വാസ്തവത്തിൽ സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തിൽ ഇനിയൊരു 100-ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആർക്കാണ് പ്രഖ്യാപിക്കാനുള്ള അവകാശം? ആരാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ തറവാട്ടിലുള്ളത്? ആരാണ് ഘർവാപ്പസി എന്ന് പറയുമ്പോൾ ആ തറവാട് വീടിൽ നിലകൊള്ളുന്നത് എന്നൊക്കെയുള്ള തർക്കങ്ങളിലാണ് ഇപ്പോഴും ഇത് ആഹ്വാനം ചെയ്യുന്നത്. ഇത് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ മറുഭാഗത്തെ കൊച്ചാക്കുന്ന തരത്തിലും പരിഹസിക്കുന്ന തരത്തിലുമുള്ള ശബ്ദങ്ങൾ, വിശേഷണങ്ങൾ നൽകിയിട്ടാണ് ആഹ്വാനം. ഈ ആഹ്വാനത്തെ സ്വീകരിച്ചവരാണെങ്കിലോ പഴയ കാലത്തൊന്നും സമസ്തയിലില്ലാത്ത പിന്നീട് എങ്ങാനും മെമ്പറായി കടന്നു വന്നവർക്കൊന്നും ഇതിൻ്റെ യാതൊരു പാരമ്പര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഐക്യാഹ്വാനത്തെ മറുവിഭാഗം പ്രതികരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നതും അത് ചെയ്യാമെന്ന് പറയുന്നതും. അപ്പോൾ ആഹ്വാനത്തിൻ്റെ സമയത്ത് പോലും ആത്മാർത്ഥത പുലർത്താതെ, സത്യസന്ധത പുലർത്താതെ, നിഷ്കളങ്കത പുലർത്താതെ പരസ്പരം ചെറുതാക്കാനും കൊച്ചാക്കാനും, ആരാണ് അവകാശി, ആരാണ് മൂത്തത്, ആരാണ് അണ്ടി, ആരാണ് മാങ്ങ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് ഈ രണ്ടു സംഘങ്ങളും ഈ ഐക്യാഹ്വാനം നടത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് ആത്മാർത്ഥമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല, ഔദ്യോഗികമായി രണ്ടു സംഘത്തിനും സമസ്ത അവകാശപ്പെടാനുള്ള ചില പോയിന്റുകളുണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘം ഔദ്യോഗികമായി നിലവിലിരുന്നത് കൊണ്ടുപോകുന്നത് ഈ AP സമസ്തക്കാരാണ്. വിദ്യാർത്ഥി സംഘടനയായിരുന്ന SSFനെ വിദ്യാർത്ഥി സംഘടനയായി സമസ്ത അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഏതായാലും വിദ്യാർത്ഥി സംഘടനയായിരുന്നു അത്. അതിനെ അങ്ങനെ തന്നെ കൊണ്ടുവന്നത് APക്കാരാണ്. സുന്നി വോയ്സ് എന്നൊരു മുഖപത്രം ഉണ്ടായിരുന്നു, അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് APക്കാരാണ്. അങ്ങനെ പലതും APക്കാർക്കുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും അതിൻ്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ട മദ്രസകളുടെയും അംഗീകാരങ്ങളുമെല്ലാം കാത്തു സൂക്ഷിക്കുന്നതും അത് അങ്ങനെ തന്നെ നടത്തിപ്പോരുന്നതും സമസ്തക്കാരാണ്. സമസ്തയുടെ ഔദ്യോഗിക ഓഫീസുകളും അവരുടെ പക്ഷത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഔദ്യോഗികത അവകാശപ്പെടാനും ഞങ്ങളാണ് സമസ്ത എന്ന് പറയാനുമുള്ള പോയിന്റുകൾ രണ്ടു കൂട്ടർക്കുമുണ്ട്. ആ പോയിന്റുകൾ വെച്ചുകൊണ്ട് രണ്ടു കൂട്ടരും ആരാണ് സമസ്ത എന്നുള്ള തർക്കത്തിൽ നിന്ന് ഇപ്പോഴും തീർപ്പായിട്ടില്ല. അത് തീർപ്പാക്കിയിട്ട് വേണം ഐക്യം നടക്കാൻ, രണ്ടും ഒന്നായി ഒരു സമസ്തയാകാൻ. പോരാ, പേരിനും നിയമത്തിനും നമ്മുടെയൊക്കെ സംസാരങ്ങളിലും ഔദ്യോഗിക സമസ്ത എന്ന് പറയാറുള്ളത് സമസ്തയാണ്. ഓഫീസ് അവരുടെ കയ്യിലാണ്. കേസിൽ യഥാർത്ഥത്തിൽ സമസ്തയുടെ മുശാവറയുടെ പാരമ്പര്യം അവർക്കാണ് എന്ന് കേസിൽ വിധിയായിട്ടുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ സമസ്തയുടെ ഔദ്യോഗിക മുശാവറ അവരുടേതാണ്, ഓഫീസ് അവരുടെ കയ്യിലാണ്, വിദ്യാഭ്യാസ ബോർഡ് അവരുടെ കയ്യിലാണ്. ഇതെല്ലാം നോക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തുലമായുടെ ഔദ്യോഗിക സംഘമായി ഘർവാപ്പസി പറയാൻ, തറവാട്ടിലേക്ക് പോരൂന്ന് പറയാനൊക്കെ അവകാശം ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾക്കുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ ന്യായമായ രീതിയിലാണ് പറയേണ്ടത്, മറുവിഭാഗത്തെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പറയേണ്ടത്. കേരള സംസ്ഥാന ജമിയത്തുലമ അടക്കമുള്ളവരെ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. ആ സംസാരത്തിനു പകരം തറവാട്ടിലേക്ക് പോകുന്നോളി എല്ലാവരും ബാക്കിയൊക്കെ മാറ്റിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഈ പ്രഖ്യാപനം.